അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമളാൻ മാസത്തിലൂടെയാണ് നമ്മളേവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ശേഷിക്കുന്ന സമയങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനായി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. സൂറത്തുൽ ബഖറയിൽ നോമ്പ് നിർബന്ധമാക്കിയതിനെ പറ്റി അള്ളാഹു പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നാം നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവർക്ക് നിർബന്ധമാക്കിയിരുന്ന പോലെ നിങ്ങൾ ഭക്തിയുള്ളവരായേക്കാം. ഈ അവസാനം പ്രയോഗിച്ച നിങ്ങൾ ഭക്തിയുള്ളവരായേക്കാം എന്ന വാക്യത്തിലുണ്ട് നോമ്പിന്റെ ലക്ഷ്യം. ഒരുപാട് പണ്ഡിതന്മാര് ഭക്തിയെ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക, അവൻ വിലക്കിയത് ഒഴിവാക്കുക. ഒരിക്കൽ ഉബൈബിന് കബറല്ലാഹിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് തഖ്വ? അപ്പൊ ഉബൈറല്ലാഹു പറഞ്ഞ്, കല്ലുകളും മുള്ളുകളും നിറഞ്ഞ വഴിയിലൂടെ താങ്കൾ എങ്ങനെയാണ് നടക്കുക? അപ്പൊ ഉമറല്ലാഹു പറയുന്നുണ്ട്, കഴിയുന്നത്ര വസ്ത്രം ഉയർത്തിപ്പിടിച്ച് അവ ശരീരത്തിൽ തറച്ചു കയറാത്ത രൂപത്തിൽ ഞാൻ നടക്കും. അപ്പോ ഉബൈറല്ലാഹു പറയാണ്, അതുപോലെ തെറ്റുകളിലേക്ക് മനസ്സ് വഴുതി വീഴാതെ സൂക്ഷിക്കലാണ് തഖ്വ. അത്തരത്തിൽ സൂക്ഷ്മതയുള്ള ഒരു മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക എന്നത് തന്നെയാണ് നോമ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്.